2025 മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ മോശം വർഷമായിരുന്നു. ഇതിന്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായമാണ്. അതിന്റെ കൂടെ തന്നെ 2026 തുടക്കത്തിൽ വലിയ രീതിയിലുള്ള ഒരു പുൾ ബാക്ക് കൂടി കാണാൻ കഴിയും. തീർച്ചയായിട്ടും മാർക്കറ്റ് താഴേക്ക് പോയപ്പോൾ നമ്മുടെ എല്ലാം ക്ഷമയെ അത് കാര്യമായിട്ട് പരീക്ഷിക്കുകയും ചെയ്തു. എല്ലാവരുടെയും പോർട്ട്ഫോളിയോ ഒക്കെ വലിയ ലോസുകൾ വരുത്താനും ഇതിനൊക്കെ കഴിഞ്ഞു. പക്ഷേ ആ ലോസിനെ പറ്റി വിഷമിച്ചിരിക്കുകയല്ല വേണ്ടത്. ആ ഒരു ലോസിനെതിരെ എന്ത് റിവഞ്ച് നമുക്ക് എടുക്കാൻ കഴിയും. പൊതുവെ മാർക്കറ്റിൽ റിവഞ്ച് ട്രേഡ് ചെയ്യരുത് അല്ലെങ്കിൽ റിവഞ്ച് എടുക്കരുത് എന്നൊക്കെ പറയും. പക്ഷേ ചില റിവഞ്ചുകൾ അത്യന്താപേക്ഷിതമാണ്. അത്തരത്തിലൊരു റിവഞ്ച് എടുക്കുന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് തനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻ. നമ്മളൊരു കംബാക്ക് അല്ല ലക്ഷ്യമിടുന്നത്, നമ്മളൊരു കൗണ്ടർ അറ്റാക്ക് തുടങ്ങാൻ പോവുകയാണ്. 2026 അതിനപ്പുറവും ലക്ഷ്യം വെച്ച് ഒരു റിവഞ്ച് പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുകയാണ് നമ്മളിവിടെ. വെറുതെ ഒരു ഹൈപ്പിന്റെ പുറകെ പോകുന്ന പരിപാടിയല്ല, മറിച്ച് ഗവൺമെന്റിന്റെ വലിയ രീതിയിലുള്ള ക്യാപിറ്റലും പോളിസി സപ്പോർട്ടുകളും കൊടുക്കുന്ന നല്ല സ്ട്രോങ് ആയിട്ടുള്ള സെക്ടറുകളിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്ട്രാറ്റജിക് മൂവ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഡിഫൻസ്, റെയിൽവേ സെക്ടറുകളിലെ മാർക്കറ്റിന് അത്രയൊന്നും ശ്രദ്ധിക്കാത്ത 3 സ്റ്റോക്കുകളെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. റാൻഡമായിട്ട് എടുത്ത ഒരു സ്റ്റോക്ക് പിക്ക് അല്ല. ഈ ഒരു സ്റ്റോക്കുകളുടെ ചാർട്ടുകൾ ഹയർ ടോപ്പ് ഹയർ ബോട്ടം എന്നൊരു സ്ട്രോങ് പാറ്റേൺ പലപ്പോഴും കാണുന്നുണ്ട്. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള മുന്നേറ്റത്തിനുള്ള ക്ലിയർ ആയിട്ടുള്ള സൈൻ ആണ് ഇവിടെയൊക്കെ ലഭിക്കുന്നത്. സ്റ്റോക്കുകൾക്ക് വലിയ ഓർഡറുകൾ കിട്ടിയിട്ടുണ്ട്. അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ നല്ലൊരു റിട്ടേൺസ് തരാനുള്ള ഒരു ജമ്പ് തരാൻ അവർ റെഡി ആവുകയാണ്. അപ്പോ 2025 മറന്ന് നല്ലൊരു ഹ്യൂജ് ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. അപ്പോ സ്റ്റോക്കുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തിനാണ് ഡിഫൻസ്, റെയിൽവേ സെക്ടറുകളെ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇവ വെറും സെക്ടറുകളല്ല, ഇവ നാഷണൽ പ്രയോറിറ്റീസ് ആണ്. ആത്മനിർഭർ ഭാരത്, അതായത് സെൽഫ് റിലയൻസ്, പിന്നെ രാജ്യത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചറിൽ കംപ്ലീറ്റ് മോഡേണൈസേഷൻ, ഈ 2 സ്ട്രോങ് കാര്യങ്ങൾ ഇന്ത്യൻ എക്കണോമിയെ റീഷേപ്പ് ചെയ്യുകയാണ്. ഒരു ട്രാൻസ്ഫോർമേഷന്റെ ഫോക്കൽ പോയിന്റ് ആയിട്ടാണ് ഡിഫൻസും റെയിൽവേസും നിലകൊള്ളുന്നത്. നമുക്ക് ഡിഫൻസിൽ നിന്ന് തന്നെ തുടങ്ങാം. ലോകം മൊത്തം പ്രശ്നങ്ങളിൽ തന്നെയാണ്. ഒരു വശത്തെ യുദ്ധം, ഇൻഫ്ലേഷൻ, അങ്ങനെ പല കാര്യങ്ങളായിട്ട് നമ്മൾ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുമ്പോൾ സെൽഫ് റിലയൻസ് അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല. അതൊരു സ്ട്രാറ്റജിക് നെസസിറ്റി തന്നെ ആയി മാറിയിരിക്കുകയാണ്. ഗവൺമെന്റിന്റെ നീക്കങ്ങൾ തീർച്ചയായിട്ടും അത് തെളിയിക്കുന്നുണ്ട്. ഇമ്പോർട്ട്സ് കുറച്ച് ഒരു പ്രധാനപ്പെട്ട എക്സ്പോർട്ടർ ആയിട്ട് മാറാൻ നമ്മൾ എന്തുകൊണ്ടും ശ്രമിക്കേണ്ടതാണ്. നമ്മുടെ സ്വന്തം ഡിഫൻസ് ഉപകരണങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം നിർത്താതെ നടക്കുന്നുണ്ട്. കണക്കുകൾ ശരിക്കും അമേസിംഗ് ആണ്. 2025-26 സാമ്പത്തിക വർഷത്തിലെ ഡിഫൻസ് ബഡ്ജറ്റ് 6.81 ലക്ഷം കോടിയായിരുന്നു. അതിനും പ്രധാനമായിട്ട് കാപെക്സിന്റെ ഒരു വലിയ ഭാഗം നമ്മുടെ ഡൊമസ്റ്റിക് കമ്പനികൾ കൊടുക്കുന്നതും ഒരു വലിയ മുന്നേറ്റമായിട്ട് കാണാം. ഈ ഒരു പോളിസി നമ്മുടെ ലോക്കൽ മാനുഫാക്ചേഴ്സിന് വലിയൊരു ബൂസ്റ്റ് തന്നെ നൽകുന്നുണ്ട്. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിലെ ഡിഫൻസ് പ്രൊഡക്ഷൻ 1.5 ലക്ഷം കോടി രൂപ കവിഞ്ഞ് ഒരു റെക്കോർഡിലെത്തിയിരുന്നു. എക്സ്പോർട്ടിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 25-26 സാമ്പത്തിക വർഷത്തിൽ അത് 38,424 കോടി രൂപയായി ജമ്പ് ചെയ്തിട്ടുണ്ട്. ചില റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യ ഇപ്പൊ തന്നെ 100-ലധികം രാജ്യങ്ങളിലേക്ക് ഡിഫൻസ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2029 ഡിഫൻസ് പ്രൊഡക്ഷനിൽ 3 ലക്ഷം കോടി രൂപയും എക്സ്പോർട്സിൽ 50,000 കോടി രൂപയുമാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത്. അപ്പോ ഇത് വെറും ഒരു ട്രെൻഡ് അല്ല, അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് അല്ല. ഇത് ഇന്ത്യൻ ഡിഫൻസ് കമ്പനികളിലേക്ക് നേരിട്ട് പണം ഒഴുകിയെത്തുന്ന സൂചനയാണ്. ഇത് നമുക്ക് രണ്ടാമത്തെ ഒരു എഞ്ചിനിലേക്ക് വരാം, റെയിൽവേസ്. നമ്മുടെ റെയിൽവേ നെറ്റ്വർക്ക് രാജ്യത്തിന്റെ ജീവനാഡിയാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ മോഡേണൈസേഷൻ ആണ് ഈ ഒരു കാലയളവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. യൂണിയൻ ബഡ്ജറ്റിൽ ഈ ഒരു സെക്ടറിന് റെക്കോർഡ് കാപെക്സ് ആണ് ലഭിച്ചിട്ടുണ്ടായത്. ഈ ഒരു റിപ്പോർട്ടുകൾ പ്രകാരം ഏകദേശം 2.78 ലക്ഷം കോടി രൂപയുടെ ക്യാപിറ്റൽ ഔട്ട്ലേ, 2.93 ലക്ഷം കോടിയുടെ ടോട്ടൽ കാപെക്സ് അലോക്കേഷൻ ഉണ്ട്. ഈ ഒരു പണം പുതിയ ട്രാക്കുകൾ, ലൈൻ ഡബിളിംഗ്, ഇലക്ട്രിഫിക്കേഷൻ, അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീം വഴി സ്റ്റേഷനുകൾ റീഡെവലപ്പ് ചെയ്യുന്നത്, മോഡേൺ ഹൈസ്പീഡ് ട്രെയിനുകൾ തുടങ്ങുന്നത്, ഇതിനെല്ലാം വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഗവൺമെന്റിന്റെ നാഷണൽ റെയിൽ പ്ലാനിന് ഒരു ക്ലിയർ മിഷൻ ഉണ്ട്. 2030 ഫ്ലൈറ്റ് ട്രാഫിക്കിൽ റെയിൽവേയുടെ ഷെയർ 45% ആയിട്ട് കൂട്ടുക, ട്രെയിനുകളുടെ സ്പീഡ് വർദ്ധിപ്പിക്കുക. ഇത് റെയിൽവേ സെക്ടറിലെ കമ്പനികൾക്ക് കൂടുതൽ വാഗണുകൾ, കൂടുതൽ പവർഫുൾ ലോക്കോമോട്ടീവുകൾ, നല്ല സിഗ്നലിംഗ് സിസ്റ്റംസ്, വലിയ കൺസ്ട്രക്ഷൻ ജോലികൾ എന്നിവയുടെ ക്ലിയർ ആയിട്ടുള്ള വിസിബിൾ ഓർഡറുകൾ ഉറപ്പാക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിഫൻസിലെ സ്ട്രാറ്റജിക് മുന്നേറ്റവും റെയിൽവേയിലെ വലിയ പണമൊഴുക്കും ഒരുമിച്ച് വരുമ്പോൾ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഫുൾ സപ്പോർട്ടോട് കൂടി അൺമാച്ച്ഡ് ലോങ് ടൈം ഗ്രോത്ത് ഉള്ള 2 സെക്ടറുകളാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ റിവഞ്ച് പോർട്ട്ഫോളിയോയുടെ ഫൗണ്ടേഷൻ തന്നെ അവയായിരിക്കും. ഇത് നമുക്ക് ആദ്യത്തെ സ്റ്റോക്കിലേക്ക് കിടക്കാം. എന്റെ ആദ്യത്തെ പിക്ക് ഇന്ത്യയുടെ സ്പേസ് ഡിഫൻസ് സ്വപ്നങ്ങളുടെ എല്ലാം ബാക്ക് ബോൺ ആയിട്ടുള്ള ഒരു മഹാരത്ന PSU ആണ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ്. തേജസ് പോലെയുള്ള ഫൈറ്റർ ജെറ്റുകൾ ഡിസൈൻ ചെയ്യുന്നതും ഉണ്ടാക്കുന്നതും മുതൽ ഹെലികോപ്റ്ററുകൾ, ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകൾ, പ്രധാനപ്പെട്ട എഞ്ചിൻ പാർട്സുകൾ എന്നിവയുടെയൊക്കെ പ്രൊഡക്ഷൻ വരെ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്ന ഇന്ത്യയുടെ 1ാം നമ്പർ എയറോസ്പേസ് കമ്പനിയാണ് HAL. അക്കാര്യത്തിൽ ഒരു സംശയമില്ല, നാഷണൽ സ്ട്രാറ്റജിക് അസറ്റ് തന്നെയാണ്. പക്ഷേ HAL ഓൾറെഡി ഒരുപാട് മുകളിലേക്ക് കയറിയല്ലോ എന്നൊരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടാവും. ഫാസ്റ്റിലെ ആ ഒരു പ്രൈസ് ആണ് നമ്മൾ പലപ്പോഴും നോക്കുന്നത്. HALന്റെ സ്റ്റോറി അതിന്റെ ഹ്യൂജ് ഓർഡർ ബുക്കിനെ കൂടി ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. 2026 മാർച്ച് 31 കണക്കുകൾ വെച്ച് HALന്റെ ഓർഡർ ബുക്ക് 2.54 ലക്ഷം കോടി രൂപയായിട്ട് ഉയർന്നിട്ടുണ്ട്. അപ്പോ ഇത് കൺഫേം ഓർഡറുകളുടെ ഒരു കൂമ്പാരമാണ്. ഇത് കമ്പനിക്ക് അടുത്ത 7 മുതൽ 8 വർഷത്തേക്ക് നല്ല റവന്യൂ വിസിബിലിറ്റി ഉണ്ട്. ഏകദേശം 10 വർഷത്തേക്ക് ബിസിനസ് ഉറപ്പുള്ള ഒരു കമ്പനി അൺസ്റ്റേബിൾ ലോകത്ത് ഒരു സ്റ്റെബിലിറ്റി നൽകുന്നു എന്ന് തന്നെ വേണം കരുതാൻ. ഓർഡറുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ അടുത്ത് ഡിഫൻസ് മിനിസ്ട്രി 97 LCA Mark 1 വിമാനങ്ങൾക്കായിട്ട് 62,000 കോടി രൂപയുടെ ഒരു വലിയ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യുകയുണ്ടായി. ഇത് ആത്മനിർഭർ ഭാരത് പോളിസിയുടെ ഒരു ഡയറക്റ്റ് റിസൾട്ട് തന്നെയാണ്. ചാർട്ടുകൾ നോക്കിയാൽ HAL സ്ട്രെങ്തിന്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ്. മാർക്കറ്റ് ഇടിയുമ്പോഴും ഈ സ്റ്റോക്ക് സ്ഥിരമായിട്ട് ഹയർ ടോപ്പ് ഹയർ ബോട്ടം പാറ്റേണുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോ
ഓരോ ഇടിവും വാങ്ങാനുള്ള ഒരു അവസരമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഫണ്ടമെന്റൽസ് വളരെ സ്ട്രോങ് ആണ്. ഇങ്ങനെ ഒരു റെസിലിയൻസ് ആണ് ഒരു റിവഞ്ച് പോർട്ട്ഫോളിയോക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്. താഴേക്ക് വന്നാലും ബ്രേക്ക് ആവാത്ത ഒരു സ്റ്റോക്ക്. 7-8 വർഷത്തെ റവന്യൂ വിസിബിലിറ്റിയും ഡിഫൻസ് സെൽഫ് റിലയൻസിൽ ഗവൺമെന്റിന്റെ ഉറച്ച ഫോക്കസും ഉള്ളതുകൊണ്ട് മാർക്കറ്റ് ഈ സ്റ്റോക്കിനെ റീറേഞ്ച് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. വലിയ ഓർഡറുകൾ HAL കംപ്ലീറ്റ് ചെയ്ത് അതിന്റെ പ്രോഫിറ്റബിലിറ്റിയിൽ വർക്ക് ചെയ്യുമ്പോൾ മാർക്കറ്റിന് ഈ ഒരു ലോങ് ടൈം പ്രോഫിറ്റബിൾ ഗ്രോത്തിന് വിലമതിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ അനാലിസിസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ സ്ട്രക്ചറലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളെ കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ട് അനലൈസ് ചെയ്യാനും പഠിക്കാനും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള ഡിഫൻസ് സ്റ്റോക്കുകൾ ഏതാണ് എന്നുകൂടി കമന്റ് ചെയ്തേക്കാം. HAL ആകാശത്ത് പവർ കാണിക്കുമ്പോൾ രണ്ടാമത്തെ സ്റ്റോക്ക് ഇന്ത്യ മുഴുവൻ ഡിഫൻസ് ഫോഴ്സും ഇലക്ട്രോണിക് ബ്രെയിനും നെറ്റ്വർക്ക് സിസ്റ്റവും നിർമ്മിച്ചു കൊടുക്കുന്ന ആ ഒരു കമ്പനിയാണ് BEL. ഒരു നവരത്ന ഡിഫൻസ് PSU ആണ്. പക്ഷേ ഇത് വേറൊരു ഹൈടെക് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. അത്യാധുനിക റഡാറുകൾ, മിസൈൽ സിസ്റ്റം, ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടുകൾ, നേവൽ സിസ്റ്റംസ് എന്നിവ മുതൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ, റെയിൽവേ, മെട്രോ റെയിൽ സൊല്യൂഷൻസ് പോലെയുള്ള നോൺ ഡിഫൻസ് ടെക്നോളജികൾ വരെ അവർ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ഗ്രോത്തിന് പല വഴികൾ നൽകുകയാണ്. HAL പോലെ തന്നെ BEL കാര്യവും അതിന്റെ വലിയ ഓർഡർ ബുക്കിനെ ബേസ് ചെയ്താണ് ഇരിക്കുന്നത്. 2026 ഏപ്രിൽ 1 കണക്ക് വെച്ച് BEL ഓർഡർ ബുക്ക് ഏകദേശം 74,000 കോടി രൂപയായിരുന്നു. 2025-26 സാമ്പത്തിക വർഷത്തിൽ മാത്രം കമ്പനി ഏകദേശം 30,000 കോടിയുടെ പുതിയ ഓർഡറുകൾ നേടുകയുണ്ടായി. മോഡേൺ റഡാറുകൾ, LCAക്കുള്ള ഏവിയോണിക്സ്, ഹെലികോപ്റ്ററുകൾക്കുള്ള അഡ്വാൻസ് ഇലക്ട്രോണിക് സിസ്റ്റംസ്, വാർഫെയർ സ്യൂട്ടുകൾ ഇവയൊക്കെ ഹൈ മാർജിനുള്ള പ്രോഡക്റ്റുകൾക്കുള്ള ഓർഡറുകളാണ്. നമ്മുടെ ആംഡ് ഫോഴ്സിനെ മോഡർണൈസ് ചെയ്യുന്നതിൽ BELന്റെ സെൻട്രൽ റോൾ അതിനെ കൂടുതൽ എക്സൈറ്റിംഗ് ആക്കുന്നു. മോഡേൺ വാർഫെയർ എന്ന് പറയുന്നത് നെറ്റ്വർക്ക് സെൻട്രിക് കോമ്പാക്റ്റും ഇലക്ട്രോണിക്സുമാണ്. ടാങ്കർ, കപ്പലുകൾ, വിമാനങ്ങൾ തുടങ്ങി എല്ലാം അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ അവയ്ക്കുള്ളിലെ ഇലക്ട്രോണിക്സ് കോമ്പണന്റ്സിന്റെ വാല്യൂ കൂടിക്കൊണ്ടേയിരിക്കും. ഈ ഒരു ട്രെൻഡിന്റെ 1-ാം നമ്പർ ബെനിഫിഷ്യറി BEL ആവുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും BEL ഒരു സിസ്റ്റം ഇന്റഗ്രേറ്റർ ആണ്, വെറും സ്പെയർ പാർട്സ് കമ്പനി അല്ല. ഇന്ത്യയുടെ ഡിഫൻസ് ഇക്കോ സിസ്റ്റത്തിന്റെ ഹാർട്ട് ആണ് എന്നുകൂടി പറയിപ്പിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. ഏകദേശം $495 മില്യൺ ഓർഡർ ബുക്കുമായിട്ട് കമ്പനി റെക്കോർഡ്സിലേക്ക് നല്ലൊരു മുന്നേറ്റം കാഴ്ചവെച്ചിട്ടുണ്ട്. ചാർട്ടുകളിൽ BEL ക്ലാസിക് ഹയർ ടോപ്പ് ഹയർ ബോട്ടം സ്ട്രക്ചറുകൾ കാണിക്കുന്നുണ്ട്. കുറച്ചു കാലം സൈഡ് വേസ് മൂവ് ചെയ്തതിനു ശേഷം സ്റ്റോക്ക് സ്ഥിരമായിട്ടുള്ള പുതിയ ഹൈകളിലേക്ക് കയറി വരുന്നത് കാണാൻ കഴിഞ്ഞു. പേഷ്യന്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് നല്ല റിവാർഡ് കൊടുക്കാനും ഈ ഒരു ഏരിയയിൽ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ടെക്നിക്കൽ സ്ട്രെങ്തും പുതിയ ഓർഡറുകളുടെ ഫ്ലോയും ഇന്ത്യയുടെ ഡിഫൻസ് മോഡർണൈസേഷനിലെ പ്രധാന റോളും ചേർന്ന് BEL ഒരു ലോങ് ടൈം ഇന്ത്യൻ ഗ്രോത്ത് സ്റ്റോറിയുടെ ഒരു കീ പാർട്ട് ആക്കി മാറ്റുകയാണ്. മാർക്കറ്റ് പതിയെ തിരിച്ചറിയുന്നുണ്ട് BEL ഒരു PSU മാത്രമല്ല, വലിയ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഹൈടെക് കമ്പനിയാണ്. ഡിഫൻസിൽ നിന്ന് റെയിൽവേയിലേക്ക് മാറുമ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ വലിയ സ്പെൻഡിംഗ് പ്ലാനുകൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് എന്റെ 3-ാമത്തെ പിക്ക്. റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് RVNL. റെയിൽവേ പ്രോജക്ടുകൾ സ്പീഡപ്പ് ചെയ്യാൻ തുടങ്ങിയ RVNL ബേസിക്കലി റെയിൽവേ മിനിസ്ട്രിയുടെ ഒരു കൺസ്ട്രക്ഷൻ ആം ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പുതിയ ലൈനുകൾ ഇടുന്നത്, ട്രാക്കുകൾ ഡബിൾ ചെയ്യുന്നത്, റെയിൽവേ ഇലക്ട്രിഫിക്കേഷൻ, മെട്രോ പ്രോജക്ടുകൾ തുടങ്ങിയ എല്ലാം അവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. റെയിൽവേയുടെ ഇൻഫ്രാസ്ട്രക്ചറിനായിട്ട് ഗവൺമെന്റ് ട്രില്യൺ കണക്കിന് രൂപ ചെലവഴിക്കുമ്പോൾ ആ ജോലിയുടെ വലിയ ഭാഗവും RVNL-ലൂടെയാണ് നടക്കുന്നത്. വീണ്ടും ഓർഡർ ബുക്ക് ഒരു സ്ട്രോങ് സ്റ്റോറിയാണ് പറയുന്നത്. പ്രോജക്ടുകൾ കംപ്ലീറ്റ് ആവുന്നതിനനുസരിച്ച് എക്സാക്ട് ഫിഗർ മാറുമെങ്കിലും റിപ്പോർട്ടുകൾ സ്ഥിരമായിട്ട് വലിയ ഓർഡർ ബുക്കിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അപ്പോ കണക്കുകൾ പ്രകാരം 80,000 കോടി രൂപയിലധികമാണ് കമ്പനിക്ക് അടുത്ത കുറച്ച് വർഷത്തേക്കുള്ള റവന്യൂ വിസിബിലിറ്റി നൽകുന്നത്. എന്നാൽ RVNL ശരിക്കും മാറ്റം വരുന്നത് അതിന്റെ ഡൈവേഴ്സിഫിക്കേഷനിലാണ്. റെയിൽവേയിൽ നിന്ന് എപ്പോഴും പ്രധാനപ്പെട്ട നോമിനേറ്റഡ് പ്രൊജക്ടുകൾ കിട്ടുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഹൈവേകൾ പോലെയുള്ള മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറുകളിലേക്കും വിദേശത്തുള്ള പ്രൊജക്ടുകൾക്കുമായിട്ട് അത് ആക്റ്റീവായിട്ട് ബിൽഡ് ചെയ്യുന്നുണ്ട്. അടുത്തിടെ മുംബൈ മെട്രോപൊളിറ്റൻ റീജിയണൽ ഡെവലപ്മെന്റ് അതോറിറ്റിയിൽ നിന്ന് പ്രോജക്ടുകൾ നേടുകയുണ്ടായി. കൂടാതെ വന്ദേ ഭാരത് ട്രെയിനുകൾ നിർമ്മിക്കാനുള്ള ഒരു കൺസോർഷ്യത്തിന്റെ ഭാഗമായിട്ട് തുടരുന്നതും ഒരു വലിയ നേട്ടം തന്നെയാണ്. ഒരു പ്യുവർ പ്ലേ റെയിൽവേ PSU-ൽ നിന്ന് ഒരു ഡൈവേഴ്സിഫൈഡ് ഇൻഫ്രാ കമ്പനിയിലേക്കുള്ള മാറ്റമാണ് അതിന്റെ ഒരു നെക്സ്റ്റ് ഫേസ് ഓഫ് ഗ്രോത്തിന്റെ കീ ഡ്രൈവറായിട്ട് കാണുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ടെക്നിക്കൽ സ്ട്രക്ചർ നല്ല അട്രാക്റ്റീവ് ആണ്. ഹയർ ടോപ്പ് ഹയർ ബോട്ടം സ്ട്രക്ചർ ഉള്ള ഒരു സ്ട്രോങ് മുന്നേറ്റം ഫോളോ ചെയ്തു പോകുന്നുണ്ട്. RVNL ഒരു കിഡിലൻ വെൽത്ത് ക്രിയേറ്റർ ആണ്. സ്റ്റോക്ക് നല്ല ഷാർപ്പ് റാലികളും ഹെൽത്തി കറക്ഷൻസും കാണിച്ചിട്ടുണ്ട്. ലോങ് ടൈം ട്രെൻഡ് സ്ട്രോങ് ആയിട്ട് മുകളിലേക്ക് തന്നെയാണ് പോകുന്നത്. ആ ഒരു കറക്ഷനുകൾ ഓപ്പർച്യൂണിറ്റികളായിട്ട് നമ്മൾ എപ്പോഴും കാണേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഒരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ലിസ്റ്റ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ഗ്രോത്ത് സ്റ്റോറിയുടെ നടുവിലുള്ള 3 കമ്പനികൾ. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് HAL, വർഷങ്ങളുടെ റവന്യൂ ഓൾറെഡി ഉറപ്പിച്ച എയറോസ്പേസ് ഭീമൻ. ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡ്, ഇന്ത്യൻ ആർമിയുടെ മോഡർണൈസേഷൻ പിന്നിലെ ഹൈടെക് ബ്രെയിൻ. പിന്നെ റെയിൽവേ വികാസ് നിഗം ലിമിറ്റഡ്, ഇന്ത്യയുടെ റെയിൽവേ റീബിൽഡിംഗ് ചെയ്യുന്ന എക്സിക്യൂഷൻ മെഷീൻ. റിവെഞ്ച് പോർട്ട്ഫോളിയോയുടെ മെയിൻ ലക്ഷ്യം തർക്കമില്ലാത്ത ലോങ് ടൈം ടെയിൽവിൻഡ് ഉള്ള ബിസിനസ്സുകളിൽ നമ്മൾ പണം മുടക്കുകയാണ്. 2025-ലെ വോളറ്റൈൽ മാർക്കറ്റിന് ശേഷം ഈ ഒരു 3 കമ്പനികളുടെയും ഓർഡർ ബുക്ക് വിസിബിലിറ്റി വോളറ്റാലിറ്റിക്കെതിരെ ഒരു സ്ട്രോങ് ഡിഫൻസ് തരുന്നുണ്ട്. അവിടെ ചാർട്ടുകളിൽ ഞാൻ കാണിക്കുന്ന ആ ഒരു ഹയർ ടോപ്പ് ഹയർ ബോട്ടം പാറ്റേൺ അവിടെ ഒരു സ്ട്രെങ്ത് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ല രീതിയിൽ റിസർച്ച് ചെയ്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകളാണ്. ഇന്ത്യൻ ഗ്രോത്ത് സ്റ്റോറിയിലും ആത്മനിർഭർ ഭാരതിന്റെ പവറിലും വലിയ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിംഗ്സിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ 3 കമ്പനികൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ വെക്കേണ്ട സ്റ്റോക്കുകൾ തന്നെയാണ്. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. ഈ അനാലിസിസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം.
ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.